ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഈ പിൻട്രസ്റ്റ് ടോപ്പ് എങ്ങനെ തയ്ക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും പ്രശ്നമുണ്ട് എന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഈ മെറ്റീരിയൽ 4ആയിട്ട് മടക്കുക. ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ 2ആയി ഫോൾഡ് ചെയ്തത് ഒന്ന് തിരിച്ച് മടക്കുക. അതായത് ഈ കോർണറിൽ 4 പീസ് ഒരുമിച്ച് വരുന്ന രീതിക്ക് മടക്കുക. എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഓൾറെഡി ഉള്ളൊരു ടോപ്പ് വെച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുത്തത്. ആ ടോപ്പ് വെച്ചിട്ട് നെക്കും സൈഡും ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്ക് വേണം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കുക. ടോപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ നമുക്ക് തയ്യത്തുമ്പ് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് മറച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ ഈ ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വാങ്ങില്ലേ, ആ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിതിന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണില്ല. ഇത് 1 മീറ്റർ തികച്ചില്ല, 0.80 ഉള്ളൂ. ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ടോപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തയ്ച്ചതാണ്. അപ്പോൾ ഞാൻ വേറെ മെറ്റീരിയലൊന്നും എടുത്തില്ല, എൻ്റെ കയ്യിലുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് തയ്ച്ചതാണ്. അപ്പോൾ ഞാൻ ആ സ്കാലപ്പ് ഡിസൈൻ വരുന്നതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്, ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആം ഹോളും നെക്കും സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 പീസിൽ 1 പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടെ താഴ്ത്തി വെട്ടിക്കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് നെക്ക് വേണമെങ്കിലും വെക്കാം. സ്ക്വയറോ വിയോ സ്വീറ്റ് ഹാർട്ടോ ഏത് നെക്ക് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് നെക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. ബാക്കി വന്ന കുറച്ച് മെറ്റീരിയലിൽ നിന്ന് ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിക്ക് തന്നെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്കും ആം ഹോളും മറച്ച് തയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യണത്. ഈ ക്രോസ് പീസിൻ്റെ ഈ ഒരു ചെരിഞ്ഞ ഭാഗമില്ലേ, ആ ചെരിഞ്ഞ ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് സ്ട്രെയിറ്റ് പീസായിട്ട് കിട്ടുള്ളൂ. ഈ രീതിക്ക് നെക്കും ആം ഹോളും മറച്ച് തയ്ക്കാനുള്ള ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നെക്ക് മറച്ച് തയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ക്രോസ് പീസ് 2ആയി മടക്കിയിട്ട് നെക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. ഈ തുണിക്ക് നല്ല വശം ചീത്ത വശമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനത്തെ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ നല്ല വശത്ത് വേണം ക്രോസ് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. ക്രോസ് പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്തതിനനുസരിച്ച് വളച്ച് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിർത്തി നിർത്തി പതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തം തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. എങ്കിലേ നമുക്കത് പെർഫെക്റ്റായിട്ട് തിരിച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ മലർന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങോട്ട് അകത്തേക്ക് വേണം ഇത് മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ. അത്യാവശ്യം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് ഈ ടോപ്പ് തയ്ക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ 2 നെക്കും തയ്ച്ചിട്ടുണ്ട്. ഇനി 2 നെക്കിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട്, അതായത് നമ്മൾ കാണുന്ന രീതിക്ക് നല്ല വശങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് ഷോൾഡർ തയ്ച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിലാണ് ഷോൾഡർ തയ്ക്കണേ. ഒന്ന് കെട്ടിട്ടിട്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഷോൾഡറൊക്കെ തയ്ക്കുമ്പോൾ. മാത്രമല്ല ഡബിൾ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഒരുവിധം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് തയ്ക്കണതാണ് നല്ലത്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് വെക്കുന്നവർക്കാണെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വെക്കുന്നില്ല, അതുകൊണ്ട് നെക്ക് തയ്ച്ച അതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ ആം ഹോളും കൂടെ മടക്കി തയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി ക്രോസ് പീസ് വെക്കുമ്പോൾ നമ്മൾ തയ്യത്തുമ്പോൾ ഒന്നും കാണാത്തൊരു വശം ഉണ്ടാവില്ലേ, നമ്മൾ നല്ല വശത്ത് തന്നെ വേണം ക്രോസ് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. മടക്കി ക്രോസ് പീസ് വെച്ചിട്ട് മൊത്തം തയ്ച്ചിട്ട് നെക്കിന് ചെയ്ത അതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് അകത്തേക്ക് മടക്കി തയ്ച്ചാൽ മതി. ഇപ്പോൾ ചെയ്തത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് പറയണേ. എൻ്റെ കയ്യിൽ ഇങ്ങനെ 10-15 ബ്ലൗസ് പീസ് ഇരിക്കുന്നുണ്ട്.
പിൻട്രസ്റ്റിൽ കുറേ ടോപ്പുകൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനതൊക്കെ വരും ദിവസങ്ങളിൽ ടോപ്പാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പിൻട്രസ്റ്റ് ടോപ്പൊക്കെ തയ്ച്ചിടാൻ ഇഷ്ടമാണെങ്കിൽ, മാത്രമല്ല സ്വന്തമായി തയ്ച്ച് പുളകം കൊള്ളാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പറയുക, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേറെ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ട്യൂട്ടോറിയൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. നെക്കും ആം ഹോളൊക്കെ തയ്ച്ചു. ഇനി താഴ്ഭാഗത്ത് മാത്രമാണ്, അവിടെ ഞാൻ സ്കാലപ്പാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് പീസിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്കാലപ്പും ഒരേ സൈസിലൊക്കെ കിട്ടും. അപ്പോൾ ഈ രീതിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ നല്ല വശം പുറത്ത് വരുന്ന രീതിക്ക് ഇങ്ങനെ മടക്കിയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് നല്ല വശത്തേക്ക് നമ്മൾ സ്കാലപ്പിൻ്റെ വീതിക്ക് ഒന്ന് മടക്കി കൊടുക്കുക. താഴത്തെ ഡിസൈൻ നോക്കണ്ട, ഞാൻ ചെയ്തിട്ട് പാളിപ്പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് മടക്കിയിട്ട് നമ്മുടെ സ്കാലപ്പ് ഏത് ഡിസൈനിലാണ് വരുന്നത് താഴേക്ക് ആ സ്കാലപ്പ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല വശം മുകളിൽ പോലെ മാർക്ക് വേണം നമ്മൾ വിരിച്ചിടാൻ. എന്നിട്ട് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും ഞാൻ സ്കാലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്കിങ്സിലൂടെ വേണം നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തേക്ക് മടക്കിയില്ല, മടക്കിയത് ഒരിക്കലും നൂർത്തരുത്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശം പുറത്ത് വരുന്ന രീതിക്കായിരിക്കണം. അപ്പോൾ ഇത് മടക്ക് നിവർത്താതെ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ആ കോർണറൊക്കെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തിരി സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ട് നിർത്തി മാർക്ക് ചെയ്ത ഭാഗം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്കാലപ്പിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകളില്ലേ, അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കോർണറിലേക്കൊക്കെ അത്യാവശ്യം കയറ്റി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ സ്റ്റിച്ചിൽ തട്ടരുത്. ചെറിയ കത്രിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കോർണേഴ്സൊക്കെ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം തയ്യത്തുമ്പിൻ്റെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. മുഴുവൻ കട്ട് ചെയ്തിട്ട് മറിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ശരിയായോ നോക്കാൻ വേണ്ടി മറിച്ച് നോക്കിയതാണ്. അപ്പോൾ ഈ രീതിക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് മറച്ചെടുത്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്യുന്ന പോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് റെഡി. എല്ലാം മറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ ആ ചുളുങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നേരെ ആക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കാർഡ്ബോർഡ് വെച്ച് മാർക്ക് ചെയ്തുകൊണ്ട് എല്ലാം ഒരേ സൈസിൽ നേരെ പ്രോപ്പറായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തം ഇതിൻ്റെ തലപ്പത്തൂടെ മാക്സിമം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. എങ്കിൽ അതവിടെ പ്രോപ്പറായിട്ട് നിന്നോളും. നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും സ്കാലപ്പാണല്ലോ ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുക. ടോപ്പിൻ്റെ പണി ഏകദേശം ഇവിടെ തീരാറായി. സൈഡും കൂടെ നമ്മുടെ മെഷർമെൻറ്റ് നോക്കി ഒന്ന് തയ്ച്ചു കൊടുത്താൽ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ ഞാനിതിൽ കുറച്ച് എംബ്രോയ്ഡറി കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ തയ്ച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഷോൾഡറിൽ ഒപ്പം പിടിച്ചിട്ട് സൈഡ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മുടെ അളവിനനുസരിച്ചിട്ട് മൊത്തം താഴെ വരെ തയ്ച്ചു കൊടുക്കുക. അത് ഷേപ്പായി കിടക്കുന്നേക്കാളും നല്ലത് ഇത്തിരി ലൂസായി കിടക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിക്ക് മൊത്തം ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ടോപ്പ് തയ്ക്കൽ കഴിഞ്ഞു. ഇനി എംബ്രോയ്ഡറിയാണ് പണി. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. റെഫറൻസ് പിക്ക് എടുത്ത അതേപോലെയൊക്കെ തന്നെ, പക്ഷെ സ്റ്റിച്ചസ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ റെഫറൻസ് പിക്കിലെ പോലെ ആ പാറ്റേൺ ഒന്ന് ചോക്ക് വെച്ചിട്ട് ഡ്രസ്സിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
വരച്ച് വന്നപ്പോൾ പക്ക അതുപോലെയൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഭാവന കൂടെ കൂട്ടിക്കലർത്തി വേറെന്തോ ആക്കിയെടുത്തു. ഇത്രയും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷേ ഞാനിത് മൊത്തം ഒറ്റ ദിവസം കൊണ്ടാണ് ചെയ്തത്. കാരണം എനിക്ക് നെക്സ്റ്റ് ഡേ ഇടണമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര സിമ്പിൾ സ്റ്റിച്ചായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ പേര് സാറ്റിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അകത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് കുത്തി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ വീണ്ടും കുത്തി അകത്തേക്ക് എടുക്കുക. ഈ രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ട് നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ലീഫും ഈ സെയിം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്, എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. ഞാനിപ്പോൾ ഇത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് യെല്ലോ കളർ കൊണ്ടാണ് ചെയ്തത്. ഇനി ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി. ചുമ്മാ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഗ്യാപ്പുകളിലൊക്കെ ഈ ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ സ്റ്റിച്ച് ഫ്രിഞ്ച് നോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. എന്നെ സംബന്ധിച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടുള്ളൊരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണിത്. നമ്മൾ സൂചി ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് കുത്തിയെടുത്തിട്ട് സൂചിയിൽ 3 തവണ നൂല് ചുറ്റിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക. സെയിം നമ്മൾ എവിടെയാണോ കുത്തിയേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് കെട്ടാവും. ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം. ഓവറായിട്ട് ടൈറ്റ് ആവാനും പറ്റില്ല, എങ്കിൽ ലൂസാവാനും പറ്റില്ല. ആ രീതിക്ക് ചെയ്യണം. ഒന്നുകൂടെ കാണിക്കാം. അകത്ത് നിന്ന് പുറത്തേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് സൂചിയിൽ 3 തവണ ചുറ്റുക. സെയിം തൊട്ടടുത്ത് നമ്മളെങ്ങനെ എവിടെയാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ താഴേക്ക് കുത്തിയിട്ട് വലിച്ചെടുക്കുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിത്തിരി പാടാണ്. നോർമലായിട്ട് ചെയ്യുമ്പോൾ ഇത്ര പ്രശ്നമില്ല, വീഡിയോ എടുക്കുമ്പോൾ നല്ല പ്രശ്നമാണ്. അടുത്തത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. നമ്മൾ നീഡിൽ താഴെ തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ കുഞ്ഞു ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഒരു കുഞ്ഞു ഗ്യാപ്പിൽ ഇങ്ങനെ ചുമ്മാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന രീതിക്ക് ഒരു സ്റ്റിച്ച് കിട്ടും നമുക്ക്. ആ രീതിക്ക് സ്റ്റെമ്മ് ചെയ്തെടുത്തു. ലീഫ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലവർ ചെയ്ത് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയെടുത്തിട്ടാണ് ചെയ്തത്. ഇതാ എൻ്റെ എംബ്രോയ്ഡറി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ എംബ്രോയ്ഡറി ചെയ്തപ്പോഴാണ് ടോപ്പിനൊരു ജീവൻ വെച്ചത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത റെഫറൻസ് പിക്ക്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, രണ്ടും ഒരുപോലെ ആയോ എന്നൊക്കെ പറയണേ. ചെറിയൊരു ഷെയ്ഡ് ചേഞ്ച് ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് വേണോ വേണ്ടേ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയുക. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയലായിട്ട് പിന്നെ കാണാം. ബൈ.